10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കുന്നംകുളത്ത് LDFന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് AC മൊയ്തീൻ MLA മീറ്റ് ദി കാൻഡിഡേറ്റ് ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞ വാക്ക് പാലിക്കാനാണ് LDF കഴിഞ്ഞ 10 വർഷവും ശ്രമിച്ചത്. നാടിന്റെ സമസ്ത മേഖലയിലും പുരോഗതിയുണ്ടായ വർഷങ്ങളാണ് കടന്നുപോയത്. നാടിന് ഗുണപ്രദമാകാൻ സാധിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കി. അപൂർവം ചില നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഉദ്ഘാടനം നടത്താനാകാതെ പോയത്. ജനം എല്ലാം കണ്ടും അനുഭവിച്ചും അറിഞ്ഞതാണ് MLA പറഞ്ഞു. എന്നെ കൊണ്ട് ഞാൻ പരിമിതികളുള്ള ഒരാളാണ്. എൻ്റെ പരിമിതികളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ജനങ്ങളാണ്. അത് വോട്ടിലൂടെ അല്ലാത്ത കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾ അതിൽ തൃപ്തരാണ് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വീണ്ടും ഈ മണ്ഡലം വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജമായി ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്നെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. വിലയിരുത്തേണ്ടത് ഞാൻ വ്യക്തിപരമായി MLA എന്നുള്ള നിലയ്ക്ക് മാത്രം വിലയിരുത്തും, വോട്ടർ എന്നുള്ള നിലയ്ക്കും വിലയിരുത്തുന്നതല്ല. അത് ജനങ്ങളാകെ വിലയിരുത്തേണ്ട റിസൾട്ടാണല്ലോ മെയ് മാസം 4-ാം തീയതി വരിക. നോമിനേഷൻ വിവാദം മനഃപൂർവ്വമുള്ള UDF സൃഷ്ടിയാണ്. അതിന്റെ നിയമ പോരാട്ടങ്ങളെ ആശങ്കപ്പെടുന്നില്ല. ഡീൽ വിവാദത്തിന് അമിത പ്രാധാന്യം നൽകുന്നില്ല. വികസന നേട്ടങ്ങളും കേന്ദ്രത്തിന്റെ അവഗണനയുമാണ് പ്രചരണത്തിന്റെ മുഖ്യ വിഷയങ്ങൾ. പറയുന്നവരുടെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ ജനത്തിന് നന്നായി അറിയുന്നതാണ് AC മൊയ്തീൻ പറഞ്ഞു. മൊയ്തീൻ എന്ന പേരുള്ള മലപ്പുറത്തുകാരനായ ഒരാളുടെ നോമിനേഷനോട് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ള താല്പര്യം? അത് അവർ വ്യക്തമാക്കണ്ടേ? അവരുടെ ആളാണോ? രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി 4 വോട്ട് ഒന്ന് ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരാളെ നിർത്തിയത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു. കുന്നംകുളത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ്, കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൽ ഒരു നിയമ പോരാട്ടത്തിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. RMPയുടെ UDF പിന്തുണയിൽ അസ്വാഭാവികതയില്ലെന്നും തുറക്കുളം മാർക്കറ്റിന്റെ വികസനത്തിന് തടസ്സമായത് കോടതി വ്യവഹാരങ്ങളാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. എരുമപ്പെട്ടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങണമെന്ന് തന്നെയാണ് നിലപാട്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് LDF എന്നും കുന്നംകുളത്തുൾപ്പെടെ എവിടെ പോലീസ് മർദ്ദനം നടന്നാലും ഒരു തരത്തിലും പിന്തുണയ്ക്കില്ലെന്നും AC മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ഡീലിന്റെ കാര്യത്തിൽ അതൊരു പ്രധാന വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ അതിലൊന്നും കുടുങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ വികസന നേട്ടങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ദ്രോഹങ്ങളും ഇപ്പോഴുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഞങ്ങളുടെ സ്ക്വാഡുകളും ഞങ്ങളുടെ പൊതുയോഗങ്ങളും ഞങ്ങളുടെ കുടുംബയോഗങ്ങളും ഞങ്ങൾ ഇത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. നേതാക്കളായ M. ബാലാജി, MN സത്യൻ, K. കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, E. ദിനമണി, PS. രാജൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.